കാസർഗോഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ INL സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. മുസ്ലിം ലീഗും BJPയും നേർക്കുനേർ മത്സരിക്കുന്ന കാസർഗോഡ് നിയോജക മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഷാനവാസ് പാദൂർ കൂടി രംഗത്തെത്തിയതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. ഭീമ ജ്വല്ലറി, പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. കാസർഗോഡ് അസംബ്ലി മണ്ഡലത്തിൽ LDFന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ ഷാനവാസ് പാദൂരിനെ മത്സരിപ്പിക്കാനാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ യോഗം വിളിച്ചു ചേർത്തത്. നിശ്ചയമായിട്ടും കാസർഗോഡ് മണ്ഡലത്തിൻ്റെ വികസനത്തിന് വലിയ മാറ്റം ആവശ്യമാണ്. ഒരു വികസന സർക്കാർ വളരെ ഉദാരമായ സമീപനം സ്വീകരിക്കുന്നുണ്ട്. മറ്റ് നിയോജക മണ്ഡലങ്ങൾ എന്ന പോലെ കാസർഗോഡ് നിയോജക മണ്ഡലത്തിലും വികസന പദ്ധതികൾ അനുവദിക്കാൻ സർക്കാർ അത് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരത്തെ MLA പറഞ്ഞു, ഒരു പൊതുവേദിയിൽ വെച്ച് തന്നെ പരസ്യമായി മഞ്ചേശ്വരം MLA പറയുകയുണ്ടായി. സർക്കാർ വളരെ ഉദാരമായ സമീപനമാണ് സ്വീകരിക്കുന്നത്. പക്ഷേ അതേ അവസരത്തിൽ നല്ല ഗൃഹപാഠം നടത്തി മണ്ഡലത്തിൻ്റെ വികസന പ്രശ്നങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ 10 വർഷമായി ഭരണം നടത്തിക്കൊണ്ടിരുന്ന LDF സർക്കാരിന് മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് നേടിയെടുക്കുന്നതിൽ നിർഭാഗ്യവശാൽ ഈ 2 മണ്ഡലങ്ങളിൽ UDF MLA-മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു സത്യമാണ്. അപ്പം വികസനം വലിയൊരു പ്രശ്നമാണ്. അതടക്കം കണ്ടുകൊണ്ടാണ് ഈ മേഖലയിൽ നന്നായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിലയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയ ഷാനവാസിനെ മത്സരിപ്പിക്കാൻ LDF തീരുമാനിച്ചത്.